ക്യൂടെക്സ് തേച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുളിച്ചപ്പോൾ അത് പോയി. ഇത് പാലുണ്ണിയുടെ കുഞ്ഞതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഇത് കണ്ടോ, ഇത് നന്നായിട്ട് തന്നെ അതിൻ്റെ ആ മുഖം പോയിട്ടുണ്ട്. ഈ മുഖം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് ഉണങ്ങിപ്പോവും. ഇത് പാലുണ്ണി ആയിട്ട് പോലും ഒരു ഫീലിംഗ് ഇല്ല. ഇതാണ് നമ്മൾ അന്ന് ആദ്യം തേച്ച് വെച്ചിരുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് കുളിക്കുമ്പോഴൊന്നും അവിടെ സോപ്പിട്ട് കഴുകരുത്. പിന്നെ പോകുമ്പോൾ ഒരു വേദന വന്നു ഇങ്ങനെ മുഖമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം കൂടെ തേക്കുക, പിന്നെ തേക്കേണ്ട കാര്യമില്ല. ഒരു 2-3 ദിവസത്തേന് അവിടെ സോപ്പിടാതെ ഇങ്ങനെ വെച്ചേക്കണം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ പാലുണ്ണി എങ്ങനെ റിമൂവ് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും പല പല സംശയങ്ങൾ പറഞ്ഞു. അപ്പം നമുക്ക് ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ, ഇത് വളർന്നു വരുന്നതനുസരിച്ച് ഒരുപാടാകുന്നതിന് മുമ്പ് അതിനെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അതെങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത് നെയിൽ പോളിഷാണ്. അത് വൈറ്റ് കളർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കളറുള്ള തേച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ ദേഹത്ത് അറിയും. അതുകൊണ്ടാണ് വൈറ്റ് കളർ വാങ്ങിക്കാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. എന്നിട്ട് നമുക്ക് പാലുണ്ണി എവിടെയുണ്ടോ അവിടെ ഇതൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പം ആദ്യം ഒന്ന് തേക്കുക. അപ്പം നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം തേക്കാനായിട്ട്. പിന്നെ ആദ്യം ഒന്ന് തേച്ചിട്ട് ഉണങ്ങിയിട്ട് ഒരു പ്രാവശ്യം അവിടെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് അവിടെ കഴുകരുത്. സാധാരണ രീതിയിൽ കുളിക്കുക. അവിടെ അങ്ങനെ ഒപ്പിയെടുക്കണം. പിന്നീട് അതിൻ്റെ മുഖം ഇങ്ങനെ ആ ഒരു മുഖം ഉള്ളതങ്ങ് പോയ പോലെ ഇരിക്കും. വലുതാണെങ്കിൽ ചെറുതായിട്ട് ചുങ്ങി വരും. അപ്പോൾ ചുങ്ങി വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ കൊടുക്കണം. അപ്പം മുഖം പോയെടുത്ത് പിന്നെ നമ്മൾ ഒന്നുകൂടെ തേച്ചതിന് ശേഷം അവിടെ പിന്നെ തേക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ തന്നെ കരിഞ്ഞു പൊക്കോളും. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്സാണ്. പിന്നെ സ്കിന്നിലുണ്ടാവുന്നത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫേസിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചെറുതായിട്ട് ഈ വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പകുതി കണ്ടിച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ആ പതുക്കെ പാലുണ്ണി എവിടെയുണ്ടോ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊടിയിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം വെക്കുക, അത് മാറ്റുക. അപ്പം അങ്ങനെ ഒരു 2 ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പം അത് പതുക്കെ അങ്ങ് റിമൂവ് ആയി പോകും. കണ്ണിൻ്റെ അവിടെ എന്താണെന്ന് നമ്മൾ ഡോക്ടറെ കാണാതെ നിങ്ങളൊന്നും ചെയ്യരുത്. എപ്പോഴും കണ്ണിൻ്റെ അവിടെ നല്ല സെൻസിറ്റീവായ സ്കിന്നാണ്. അത് നമുക്ക് തന്നെ ഒന്നും ചെയ്യുന്ന അത്ര സെറ്റല്ല. ഫേസ് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ എപ്പോഴും സെൻസിറ്റീവായ ഭാഗം കണ്ണ്, നമ്മുടെ കവിളിൻ്റെ ഇവിടെ ഒക്കെയാണ്. അവിടെയൊക്കെ ഡോക്ടറെ കാണുക. ഈ സൈഡ്, താടി ഇവിടെയൊക്കെ എന്നുള്ളത് നമുക്കിങ്ങനെ താടിയിലും ഫേസിൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളി പറ്റും. ചിലർക്ക് ചുണ്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെളുത്തുള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്താൽ നല്ലതാണ്. പിന്നെ ക്യൂടെക്സും നമുക്ക് ചെവി ഭാഗത്തൊക്കെ ചെയ്യാം. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്കിന്നിന് കട്ടിയുള്ള സ്കിന്നാണ്. അതുകൊണ്ട് അവിടെ അതൊക്കെ ചെയ്യാം. അപ്പം ക്യൂടെക്സ് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യണ്ട. അപ്പോൾ ഇത്ര നിങ്ങളുടെ ഡൗട്ടിനുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടത്. ഇതൊന്ന് കാണുക, ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് അതിനെന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ മസ്റ്റായിട്ടും കാണണം. ഇപ്പം നിങ്ങൾക്ക് അറിയാം, അലർജി ഉള്ള സ്കിൻ എന്ന് പറയുമ്പോൾ ആ സ്കിന്നിൽ എപ്പോഴും കുരുക്കളുണ്ടാവും. കുരുക്കളുണ്ടായാലും അത് പഴുക്കും. നമ്മൾ എന്ത് കഴിച്ചാലും അതിനൊരു സെൻസിറ്റീവ് ഇങ്ങനെ ചുമന്ന് തൊടുത്ത് വരുന്ന ഒരു സ്കിന്നാണെങ്കിൽ അവിടെ ഇതൊന്നും അപ്ലൈ ചെയ്യേണ്ട. ചിലർക്ക് ബോഡിക്ക് ഫുൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡോക്ടറുടെ ഉപദേശം ചെയ്തിട്ട് മാത്രം ചെയ്യുക. സാധാ നോർമൽ സ്കിന്നുകാർക്ക് ഇതൊന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. വലിയൊരു പാലുണ്ണിയാണ്. അപ്പോൾ നമ്മൾ അതിന് തേച്ചിട്ടും ഇതുകൊണ്ട് ചുരുങ്ങിയിട്ടുണ്ടത്. ഇപ്പോൾ ഇത് നല്ല ഇങ്ങനെ മുത്ത് പോലെ നിൽക്കുന്നത് പതുക്കെ പതുക്കെ അങ്ങ് ചുരുങ്ങും. ചുരുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തേക്കുക. ഈ പറഞ്ഞ പോലെ സോപ്പൊന്നും യൂസ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.